നമ്മുടെ ഒരു യൂട്യൂബറെ കയ്യിൽ നിന്ന് ഞാൻ 2 കിലോ കൊടംപുളി വാങ്ങിച്ച് പാഴ്സലായിട്ട് അയച്ചു തന്നതാണ്. കൊള്ളാം, നല്ല സൂപ്പറാണ് കണ്ടോ, നല്ല സൂപ്പർ പിണംപുളിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 1/2 കിലോ കേരച്ചൂര കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിത് നമുക്ക് കേരച്ചൂര തേങ്ങയൊന്നും അരയ്ക്കാതെ പിണംപുളി ഒക്കെ ചേർത്തൊന്ന് കറി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഹായ് ടിപ്ടിക്കിലേക്ക് സ്വാഗതം. കേരച്ചൂരയാണ്, അത് എത്ര പീസുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ ഉണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, പിന്നെ ഒരു 4 തുണ്ട് പുളി വെള്ളത്തിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക്, പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ചേർക്കാറില്ല, പിന്നെ ഒരല്പം ഉലുവാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ കടുക് വറുക്കാൻ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വേണം, പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ട് ചെയ്യാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടണം. കടുക് ഇടാം. കടുക് ഇട്ട് പൊട്ടിയിട്ട് നമുക്കതിലേക്ക് ഉള്ളി ഇടാം. ഇനി മുളകിടാം. അതിനുശേഷം കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇനി ഇത്രയും വെളുത്തുള്ളി ഇടണം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. 3 ടീസ്പൂൺ. ഇത് രണ്ടും കൂടെ മിക്സറാണ്. ഇത് കാശ്മീരി മുളകും നമ്മൾ സാധാ മുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടി ഉപയോഗിക്കരുത്. നമ്മളിങ്ങനെ ഇതേപോലെ മല്ലിപ്പൊടി ഉപയോഗിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും കൂടി ഇടാം. ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടി അല്പം മതി. അപ്പോൾ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇടേണ്ട സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇടേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് 4 കൊടംപുളി. പിണംപുളി എന്ന് പറയും, കൊടംപുളി എന്നൊക്കെ പറയും കേട്ടോ. പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ പറക്കിയിടാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാം. തിളച്ചതിന് ശേഷം ഇനി അതിൽ മീനിൻ്റെ കഷ്ണങ്ങൾ പറക്കിയിട്ടാൽ മതി. ഇരിക്കട്ടെ. ഇത് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പീസുകൾ പറക്കിയിടാം. നല്ല ഫ്രഷ് ചൂരയാണ് കേട്ടോ. ഇത് ഇനി നമുക്ക് ഇത് കുറച്ച് തിളച്ചതിന് ശേഷം ഒരു 1/2 മുറി തേങ്ങ എടുത്ത് തിരുവി അതിൻ്റെ പാല് കൂടി നമുക്ക് ഒഴിക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഈ തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിക്കാം. ഈ തേങ്ങാപ്പാലും എടുക്കുന്ന തേങ്ങ തിരുവിയിട്ട് മിക്സിയിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തേങ്ങ ഇട്ട് അടിച്ച് എടുത്തതാണ് കേട്ടോ. അതാണ് എളുപ്പം. നമ്മൾ കൈ കൊണ്ട് പിഴിയുന്നതിനേക്കാളും എളുപ്പം അതാണ്. അപ്പോൾ ഇനി ഇത് ഇവിടെ തിളച്ച് വറ്റട്ടെ കേട്ടോ. ഇത് ഇളക്കണ്ട. ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ ഇളക്കി കഴിഞ്ഞാൽ പിരിന്ന് പോകുന്നുണ്ട്. ഇനി ഇളക്കണ്ട, തവിയിട്ടൊന്നും ഇളക്കരുത്. ഇനി നമുക്ക് ഇത് വറ്റിയതിന് ശേഷം നോക്കാം ഉപ്പൊക്കെ ഉണ്ടാകും നോക്കാം. കേരച്ചൂര തേങ്ങ അരയ്ക്കാതെ തേങ്ങാപ്പാലാണ് പകരം ഒഴിച്ചത്. അപ്പം
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇടണമായിരുന്നു, അത് പറയാൻ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.